പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പാലസ്തീൻ്റെ ഒരു ഭാവി എന്താവും? ഗാസ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഉണ്ടാകുമോ, അതോ ഇസ്രയേൽ അതിനെ സ്വന്തമാക്കി പുതിയൊരു ഇസ്രയേലിൻ്റെ ഭാഗം അതിനോട് ചേർക്കുമോ? അതായത് ഇസ്രയേലിൻ്റെ ഒരു പദ്ധതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ഒരു പുതിയ സൈനിക സാമ്പത്തിക ഇടനാഴി രാഷ്ട്രീയ കേന്ദ്രമായിട്ടൊക്കെ മാറാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ ഇവിടെ നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എല്ലാവരും സംശയിച്ചു, അമേരിക്ക പോലും പറഞ്ഞിട്ട് ഇസ്രായേൽ ഇതിൽ നിന്ന് പിന്മാറാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴേ വാർത്തകൾ വന്നു, ഇസ്രായേൽ അമേരിക്കയുമായി തെറ്റിയോ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രമായിട്ട് മാറാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴിയാണ് ഈ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അതിലേക്കുള്ള വലിയ പദ്ധതികളുമൊക്കെ ഈ ഇസ്രായേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗാസയിലെ പ്രശ്നവുമായി ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെയിനിൽ, ഈ ഒരു സർക്കിളിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ നടന്നു വരുന്നത്. ഇതിനോട് കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. നമ്മൾ കഴിഞ്ഞിടക്ക് സംസാരിച്ചതാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ക്ലൗഡ് നെറ്റ്വർക്ക് വഴി ഇസ്രായേൽ പലസ്തീനികളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പലസ്തീനികളെ ആയിരിക്കില്ല, ഒരു പക്ഷേ അവിടെയുള്ളവർ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതായത് ഹമാസുകളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഹമാസിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ഈ പ്രവർത്തനം, ഈ ഏറ്റുമുട്ടലും യുദ്ധവും എല്ലാം നടക്കുന്നത് ഹമാസിന് നേരെയാണ്. അപ്പോൾ ഈ ഹമാസിൻ്റെ വിവരം ചോർത്താനാണ് ഇത്തരത്തിൽ നടത്തുന്നത്, ഈ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ ചോർത്തുന്നത് എന്നുള്ള ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. മറിച്ച് ഇസ്രായേൽ അതല്ല ചെയ്യുന്നത്, പലസ്തീനികളെ ഒന്നടങ്കം അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യതകളും ഇസ്രായേൽ തേടുകയാണ്. ഓരോ വിവരവും, അതായത് ഒരു പൗരന്റെ അവകാശം എന്നൊക്കെ പറയുന്നത് അവൻ്റെ സ്വകാര്യതയെ പോലും മാനിക്കാത്ത രീതിയിലുള്ള വിവരശേഖരണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പലസ്തീന് മേൽ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ AI അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു ടൂളുണ്ട്, മൈക്രോസോഫ്റ്റ് ക്ലൗഡിൽ സൂക്ഷിക്കുന്ന ഈ ഒരു ടൂൾ വഴി സൈന്യത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യ തന്നെ വികസിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോക ജനതയ്ക്ക് മൊത്തം ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യത, അതായത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. രഹസ്യാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരു രാജ്യം മാത്രമല്ല, അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കൂടി അത് കൈവശപ്പെടുത്താനുള്ള നീക്കമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള ജനതയ്ക്ക് മുഴുവനും അത് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. അവൻ്റെ സ്വകാര്യമായുള്ള കാര്യങ്ങൾ പോലും ഒരുപക്ഷെ ചോർത്തിയെടുക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ലോകരാജ്യങ്ങൾ മാറിയേക്കാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലസ്തീൻ ഇനിയുള്ള ഭൂപടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ്. പലസ്തീനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈവൻ സെറ്റിൽമെൻറ്റ് പദ്ധതിയുമായിട്ട് ഇസ്രായേൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഈ ഏറ്റവും വലിയ സെറ്റിൽമെൻറ്റ് പദ്ധതിയാണ് ഈവൻ സെറ്റിൽമെൻറ്റ് പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്യുന്നുണ്ട്. കിഴക്കൻ ജെറുസലേമിനും മാലെ അതുമിനുമിടയിൽ 3400 വീടുകൾ പണിയാനാണ് ഇപ്പോൾ ഇസ്രായേൽ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പലസ്തീൻ പ്രദേശത്തിന്റെ ഏകത്വം തകർക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഭാവിയിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത തന്നെ ഇല്ലാതെയാകും ഇതിലൂടെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രത്തിനെതിരല്ല, പലസ്തീനെതിരല്ല തങ്ങളുടെ പോരാട്ടം എന്ന് പറയുകയും അതേസമയം അവിടെ പലസ്തീൻ തന്നെ ഭൂപടത്തിലില്ലാത്ത ആകുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ്. അത് ശരിയായതാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതല്ല അവരുടെ എല്ലാം ഹമാസുകളെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണെങ്കിൽ അവർക്ക് അവരുടെ വഴിയേ പോകാം. എന്തായാലും ഇതെല്ലാം മുന്നറിയിപ്പ് നൽകുന്നത് ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ളവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലസ്തീൻ ഇനി ഉണ്ടാകില്ല. ഒരുപക്ഷെ പലസ്തീൻ ഉണ്ടാകില്ല എന്ന് പറയുന്നതിന് കാരണം ഹമാസുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിയന്ത്രിക്കണമെങ്കിൽ അവിടെ ഈ പറയുന്ന പ്രദേശമാകെയും ഇസ്രായേൽ ഏറ്റെടുക്കേണ്ടി വരും.
അതായത് ഒരു തരത്തിലും പലസ്തീൻ്റെതായിട്ടുള്ള ഒരു ഗവൺമെൻറ് അവിടെ പ്രവർത്തിക്കുന്നത്, അതൊരു പാവ സർക്കാരാണെങ്കിൽ പോലും അവിടെ ഉണ്ടെങ്കിൽ ഹമാസുകൾ അവരെ തോക്കിൻ മുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഹമാസുകൾ മനുഷ്യകവചമാക്കിയിട്ടാണല്ലോ, ഈ ജനങ്ങളെ മനുഷ്യകവചമാക്കിയിട്ടാണല്ലോ ഈ ആക്രമണത്തിലെല്ലാം മനുഷ്യർ മരിച്ചു വീഴുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ ജിഹാദികൾക്ക് ഇത് പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇസ്രായേലിൻ്റെ ഒരു ആധിപത്യം, അധിനിവേശം ആ മേഖലയിലേക്ക്, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കൂടി ഇപ്പോൾ ഒരു പക്ഷേ ഇസ്രായേൽ ചിന്തിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് അമേരിക്കയിൽ നിന്ന് $500 മില്യൺ KC-46 ടാങ്കർ ഇടപാട് നടത്തുന്നുണ്ട്. ഇതെന്തിനാണ് എന്നുള്ളതും ഈ ഒരു സബ്ജക്റ്റുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ടാങ്കറുകളൊക്കെ എന്തിനാണോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കം എന്ന് പറയുന്നത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹമാസുകൾക്ക് എന്തായാലും ഇത്തരത്തിലുള്ള ടാങ്കറുകളൊന്നും കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അവർ ഉള്ളത് വെച്ച് പോരാടുന്നവർ, അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് മറ്റ് ആളുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, ആയുധങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അതനുസരിച്ച് അതിനേക്കാൾ ഏറെ, അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അവർക്കും നാശനഷ്ടങ്ങൾ, അവർക്കും ഈ സൈനിക നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ച് ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ ഏതാണ്ട് റിസർവ് ആയിട്ട് വെച്ചിരുന്ന 10,000-കണക്കിന് ആളുകളെ വീണ്ടും ആർമിയിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പുറത്തെ സൈഡിൽ ഹമാസുകളും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം എങ്ങനെ വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാടുമ്പോൾ സത്യത്തിൽ ഇതിനിടയിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് ഇവർ KC-46 റീഫ്യൂവലിംഗ് ടാങ്കറുകൾ വാങ്ങാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അത് ഏതാണ്ട് $500 മില്യൺ ഇടപാടാണ് നടത്തുന്നത്. ഈ അത്യാധുനിക ടാങ്കറുകൾ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിലെ ഏത് കോണിലും ദീർഘദൂര വ്യോമാക്രമണങ്ങൾ നടത്താൻ കഴിവ് നൽകും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഇറാന് നേരെയുള്ള ഒരു നീക്കം കൂടിയുണ്ട് എന്ന് കൂടി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൂടാതെ ഈ ടാങ്കറുകൾ കൂടാതെ ഇവര് ലേസർ ആയുധങ്ങളും അതായത് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രിത സംവിധാനങ്ങളും ഡ്രോണുകൾ ഉൾപ്പെടെയുന്ന ഒരു സർപ്രൈസ് ബോക്സ് എന്നാണ് പറയുന്നത്. ഇത് സർപ്രൈസ് ആണോ അത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് വിവേചിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഈ ഒരു സർപ്രൈസ് ബോക്സ് ഇസ്രായേൽ വികസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് ഇറക്കിക്കഴിഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു നിമിഷത്തേക്കില്ല എന്നുള്ളതാണ്. പലസ്തീൻ ഇപ്പോൾ ഹമാസുകൾ ഇല്ലാണ്ടായി തുടങ്ങിയെങ്കിലും ആളുകൾ ദുരിതത്തിലാണ്. ഇതൊക്കെയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു ഏറ്റുമുട്ടൽ അവർ നടത്തുകയാണെങ്കിൽ ഇസ്രായേലിന് പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ഈ പ്രദേശം ഒന്നടങ്കം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടെ സൈനിക ശേഷി വ്യാപിപ്പിച്ച് ഒരുപക്ഷെ ഈ സെറ്റിൽമെൻറ്റുകൾ അടക്കം അവിടെ നടത്തി തിരിച്ചു പോരാനുള്ള ഒരു നീക്കമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സർപ്രൈസ് ബോക്സുകളെല്ലാം വികസിപ്പിക്കുന്നു. ഇത് ഇറാൻ, ഹിസ്ബുള്ള അല്ലെങ്കിൽ പലസ്തീൻ പോലുള്ള തങ്ങളുടെ ശത്രുക്കൾക്ക് ഭീഷണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇറാന് ഉറപ്പായിട്ടും ഒരു ഭീഷണിയായിരിക്കും. കാരണം ഹിസ്ബുള്ളയെയും ഹൂതികളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ രഹസ്യ ആയുധ പദ്ധതികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു സർപ്രൈസ് ബോക്സ് ഇവർ ഇറക്കുന്നുണ്ടെങ്കിൽ, ഈ ലേസർ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ബോക്സ് ഇറക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഗാസയിൽ ഹമാസുകൾക്ക് നേരെ ഉപയോഗിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗാസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവരെ ഏറ്റെടുക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു. നെതന്യാഹു അത് നെഞ്ചും വിരിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്ത് വന്നാലും ഇനി അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ മനുഷ്യാവകാശ പ്രതിസന്ധിയൊക്കെ ഉടലെടുക്കുമെന്നാണ് പറയുന്നത്. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മറുചിന്ത വരേണ്ടത്, ഒക്ടോബർ 7 ഹമാസ് നടത്തിയതും മനുഷ്യാവകാശ ലംഘനമായിരുന്നു. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഗാസയിൽ സുരക്ഷ ഉറപ്പാക്കുകയാണോ അതോ അല്ലെങ്കിൽ ഒരു വിശാല ഇസ്രായേലിന് വേണ്ടി പുതിയൊരു യുദ്ധം നടത്താനുള്ള കോപ്പ് കൂട്ടുകയാണോ ഇസ്രായേൽ എന്നുള്ള സംശയം അവിടെ മുഴച്ചു നിൽക്കുക തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.